നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ 4-ലും പിന്നീട് 5-ലും, ശനി 12-ലും 1-ാം ഭാവങ്ങളിലും, രാഹു 11-ലും പിന്നീട് 10-ലും ഗോചരം ചെയ്യുന്ന ഒരു കാലമാണ് ഈ വരുന്ന ചിങ്ങമാസം. ഇത് സാമാന്യേന കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല ഒരു വർഷമായിരിക്കും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും വന്നു ചേരുന്നതാണെങ്കിലും ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടും നിങ്ങളുടെ കഠിന പരിശ്രമം മൂലവും ആ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കലുകളോ വാങ്ങലുകളോ ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നു ചേരാം. ശിരോരോഗം, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ കൂടുതലായിട്ടുള്ള ഒരു ചികിത്സകളൊക്കെ ഒന്ന് തുടർന്നു കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. കുടുംബത്തിലെ മംഗള കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകളിൽ നിന്ന്, സുഹൃത്തുക്കളായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ധനനഷ്ടം പ്രതീക്ഷിക്കാം. വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാൻ യോഗം കാണുന്നു. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് സാധ്യമാകുന്ന വർഷമാണ്. തൊഴിൽ നഷ്ടപ്പെട്ട് പ്രവാസികളായിട്ട് ഇരുന്നിരുന്ന ആളുകൾക്ക് ഇപ്പോൾ പുതിയ തൊഴിൽ കിട്ടാനോ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവാനോ ശമ്പള വർധനവിനൊക്കെ കാലം വരുന്നുണ്ട്. പിതൃജനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകാം. സർക്കാർ തലത്തിൽ നിന്ന് ആനുകൂല്യം കാത്തിരിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നതാണ്. അനുകൂലമായിട്ടുള്ള നടപടികളൊക്കെ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ആദായം ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധനവർദ്ധനവ് വർദ്ധിക്കുന്നതുമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉന്നത സ്ഥാന ലാഭവും ഉന്നത സ്ഥാനമാന പ്രാപ്തികളൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. ധർമ്മകാര്യങ്ങളിലെ താല്പര്യം ഉണ്ടാകുന്നതാണ്. വസ്ത്ര വ്യാപാരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ധന നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. തൊഴിലിൽ ഉയർച്ചയും ഗ്രഹത്തിൽ സന്തോഷവും കൈവരിക്കാൻ കഴിയുന്ന കാലമായിരിക്കും. വിക്രയങ്ങളിലെ കൊടുക്കലുകൾ വാങ്ങലുകളിലൊക്കെ വിജയവും ധനനേട്ടവും പ്രതീക്ഷിക്കാം. വർദ്ധിച്ച ചിലവുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ധനവ്യയം, കൂടുതൽ ധനം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക പരാധീനത നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. എത്രയേറെ ധനം വന്നാലും ഇതെല്ലാം ചെലവായി പോകുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവസാനം നോക്കുമ്പോൾ ഒന്നും ഒരു പൈസ പോലും കയ്യിലില്ലാത്തൊരു സമയമായിരിക്കും. അപ്പം അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകളൊക്കെ ലാഭമാണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധ വയ്ക്കുന്നതും ജാഗ്രത പുലർത്തും നന്നായിരിക്കും. ശത്രുശല്യം വളരെയേറെ കുറയുന്നതാണ്. ഇതുവരെ നിങ്ങൾക്ക് പലതരത്തിൽ നിന്നും ശത്രുക്കളുടെ ശല്യം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഒരു സമാധാന അന്തരീക്ഷം കൈവരുന്നതാണ്. കൂടുതൽ ഗുണത്തിനായിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ബുധനാഴ്ച ദിവസം കൃഷ്ണന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഭാഗ്യസൂക്തം, ശ്രീസൂക്തം എന്നിവ വീട്ടിലിരുന്ന് തന്നെ നെയ്വിളക്കിന് മുന്നിലിരുന്ന് പാരായണം ചെയ്യുന്നതും ഒക്കെ കൂടുതൽ നേട്ടങ്ങൾക്ക് നല്ലതാണ്.